താലപ്പൊലി എടുത്തു നിൽക്കുന്ന സ്ത്രീകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങളുടെ സംസാരം കുറയ്ക്കുക. നിങ്ങളുടെ സംസാരം കാരണം കാശ് ചിലവാക്കി വിളിച്ച ചെണ്ടമേളം പുറത്ത് കേൾക്കുന്നില്ല. അമ്മേ ശരണം, ദേവി ശരണം. ഓ, ഈ അച്ഛനും മോനും ഇത് എവിടെ പോയി കിടക്കുവാ? കാണുന്നുമില്ലല്ലോ. ഓ, എന്തോ ചെയ്യാനാ? ആ, ശൈലജ ഒന്ന് വിളിച്ചേക്കാം. എടി ശൈലജേ. ആ എടി, ഞാനാടി. നീ എവിടാടി? ആ, ഞാൻ നിങ്ങളുടെ അടുത്തേ ആ ശ്രീഭദ്ര ക്ഷേത്രത്തിൽ വന്നടി. ആ മോനൊരു നേർച്ച ഉണ്ടായിരുന്നു, പഞ്ചാരയും കൊണ്ടൊരു തുലാഭാരം. ആ, ഓ, പഞ്ചാരം ചാക്കും ഒക്കെ ഉള്ളോണ്ടേ ഞങ്ങൾക്ക് 3 പേർ കൂടെ ബൈക്കേ വരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നേരത്തെ ബസ്സിനിങ്ങ് വന്നടി. ആ, അവര് പുറകെ വരുന്നുണ്ട് പഞ്ചാരം ചാക്കും കൊണ്ട്. ആ, ഇനിയിപ്പോ തുലാഭാരം ഒക്കെ നടത്തിയിട്ടേ ഉത്സവമൊക്കെ കണ്ടിട്ട് അങ്ങ് പോകാമല്ലോ. ഈ കുരുത്തം കെട്ടവനെ ഇന്ന് ഞാൻ അറിയുന്ന ഇവനെ. എന്തുവാ ചേട്ടാ ഇത്? നല്ലൊരു കാര്യം നടത്താൻ വന്നിട്ട് ഇവിടെ ഇവിടുത്തെ തല്ലുവാണോ? ഇവൻ എന്താ പണിയാ കാണിച്ചത് നിനക്ക് അറിയാവോ? എന്തോ കാണിച്ചു? എടി, ഇവനും ഞാനിവിടെ സുധാകരന്റെ കടലോട്ട് ചെന്ന് അവിടുന്ന് ആ ബംഗാളി ഞാനിവിടെ പഞ്ചാരച്ചേക്ക് വണ്ടിയുടെ പുറകിൽ വെച്ച് ഇവനെ അതിന്റെ പുറകിലിരുത്തി നേരെ വരുന്ന വഴിക്ക് കൊതിമൂത്ത് ഇവൻ ഈ പഞ്ചാരച്ചാക്ക് വിരൽ കൊണ്ട് തുളയിട്ട് അത് മൊത്തം തിന്നു നോക്കി. റോഡ് വീട് പഞ്ചാര വീണ് ഇവിടെ വന്നപ്പോ കാലിച്ചാക്ക് മാത്രം. തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോ ഗൂഗിൾ മാപ്പ് നോക്കണ്ടല്ലോ, പഞ്ചാര നോക്കി അങ്ങ് പോയാ പോരെ. ഏത് നേരത്താടി? ആ സമയമൊക്കെ ഞാൻ ഓർത്തിരിക്കുവാണ്. അമ്പലമുറ്റമായി പോയി, അല്ല ഇതിന് മറുപടി ഇപ്പൊ ഞാൻ പറഞ്ഞേന്. ദൈവമേ, ഉരുളി കമത്തി ഉണ്ടായ ചെറുക്കനാ. കമത്തിയപ്പോ നല്ല ഉരുളി കമത്തണമായിരുന്നു. പായസം വെച്ച ഉരുളി എടുത്ത് കമത്തി ഉണ്ടായി കൊച്ചന് പഞ്ചാരയുടെ ഇത്ര ആക്രാന്തം. എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ തുള്ളാതെ. പഞ്ചാര കിട്ടിയില്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് തുലാഭാരം നടത്തണം. അത് പോയിന്റ്. അല്ലേലും ആ പഞ്ചാരക്ക് മധുരമില്ലായിരുന്നു. മധുരമില്ലായിരുന്നോ? ആ, ഈ പഞ്ചാര ചക്കരയൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. എന്റെ ഒരു ടേസ്റ്റ് അനുസരിച്ച് വല്ല കുഴിമന്തിയോ ഷവായിയോ അൽഫാമോ വെച്ച് നമുക്ക് തുലാഭാരം ചെയ്താലും. എന്നടി അമ്പലത്തിൽ അൽഫാം കയറ്റാൻ തുടങ്ങുന്നു, നീ ഇവിടെ കലഹം ഉണ്ടാക്കോളാ. ചേട്ടാ, തൽക്കാലം നമുക്ക് പഴം കൊണ്ട് തുലാഭാരം ചെയ്താലോ? അതിന് പഴം എന്തിയേ? ഇച്ചിരി നേരത്തേക്ക് നിങ്ങൾക്ക് ആ ത്രാസയിലോട്ടൊന്ന് കേറിയിരിക്കാൻ വയ്യായോ? എല്ലാം എന്റെ തെറ്റാ, എന്നെ പറഞ്ഞാ മതി. ആടുജീവിതം എന്റെ ജീവിതം നശിപ്പിച്ചത് ആടുജീവിതം. അതിന് നിങ്ങൾ എപ്പോഴാ മരുഭൂമിയിൽ പോയത്? മരുഭൂമി പോയിട്ടല്ല, നിന്നെ എന്നെന്റെ ജീവിതത്തിലോട്ട് ആട് ചെയ്തോ ആ ആട് ജീവിതം എന്റെ ജീവിതം നശിപ്പിച്ചത്. ഈ തുലാഭാരം നടത്തിയില്ലെന്ന് പറഞ്ഞ അച്ചാച്ചി കിടന്ന് ടെൻഷൻ അടിക്കാതെ ഒരിക്കലും തുലാഭാരം നടത്താൻ പറ്റാത്ത ആള് ഈ കേരളത്തിലുണ്ട്. അതാരാ? മാരാര്? കേട്ടിട്ടില്ലേ? മാരാതിരിക്കുന്ന തട്ട് താന്ന് കണ്ടിരിക്കും. പിന്നെ അങ്ങനെ തുലാഭാരം ചെയ്യാനാ? നീ കൊച്ചുമായി വലിയ വർത്താനം പറയല്ലേ? ഞാൻ ഊറ്റുരുമി ഉണ്ടാക്കിയ കാശ് കൊണ്ടാ ഞാൻ പഞ്ചാര മേടിച്ചത്. എന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മയുടെ ചാനലോ? അല്ല, യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയ കാശാന്ന് പറഞ്ഞു. എടാ, യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കിയെന്നല്ല, ഊറ്റുരുമി ഉണ്ടാക്കിയ കാശാന്ന്. ദൈവമേ, 10 മാസം നൊന്ത് പ്രസവിച്ച ചെറുക്കനാ. അത് വിട്, 10 മാസം ഒന്നും നൊന്ത് കാണത്തില്ല. പ്രസവിക്കാൻ കേട്ടപ്പം ജസ്റ്റ് ഒന്ന് നൊന്ത് കാണും. അതിന് ഇത്ര വേണ്ടായിരുന്നു വേണ്ടായിരുന്നു. ആ, അത് ഇപ്പഴല്ലേ ഓർക്കേണ്ടത്, 5 കൊല്ലം മുമ്പ് ഓർക്കണമായിരുന്നു. അതല്ല, ഈ തുലാഭാരം വേണ്ടായിരുന്നു. ആ, അതായിരുന്നു.